അമ്മ ഊണ് കഴിക്കണത് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നത്. ഞാൻ ചില ദിവസം എടുപ്പിക്കാത്ത എന്നാന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കണ്ട് എന്തൊരു ബോറാ ഞാൻ ചോറുന്ന ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാൻ വരുമ്പോ വേണ്ടാന്ന് പറയും. അപ്പൊ പലരും ഇപ്പൊ പറഞ്ഞു അമ്മ ഉണ്ണത് കണ്ടില്ലാന്ന്, എന്നാ ഇന്നങ്ങ് കാണിക്കാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പ്രേക്ഷകർക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല, കാണിക്കാതിരിക്കാൻ പറ്റും. എന്റെ ഇച്ചിരി ചോറെടുത്ത് ഇങ്ങോട്ട് ഇട്ടോട്ടോ. ഇതെല്ലാം പ്രശ്നമാണല്ലോ. കണ്ടമാനം അങ്ങ് ഇട്ടു, നൈസായിട്ട് അങ്ങ് കൂടുതൽ ഇടുന്ന. എന്നാ കുറച്ചായിട്ട് ഇടൂലല്ലോ അത് അമ്മമാരെ കുറച്ചായിട്ട് ഇടൂല. ഇത് ഉണ്ണാട്ടോ. കാലത്തെ റാഗിയല്ലേ അല്ലെ, കാലത്തെ മറ്റല്ലേ കൂവയല്ലേ കഴിച്ച. അപ്പൊ അങ്ങനെ ഇതായിട്ട് കഴിക്കുമ്പോ ഉച്ചക്ക് ഇച്ചിരി റൈസ് കഴിക്കണം. ദേ ചെറിയ കഷ്ണം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ദേ ഇത് മതി, ചാറ് വേണ്ട. മീനില്ലേ, ഞാനൊരു കഷ്ണം എടുത്തു, ചാറ് വേണ്ട, ഇച്ചിരി അതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എണ്ണപ്പയർ പിക്കിളും വേണ്ട. ഉണ്ണണ കാണിക്കാൻ കേട്ടോ, നിങ്ങൾ ഷെയർ ചെയ്യിക്ക. ഇനി നിങ്ങൾക്ക് വിഷമം ഉണ്ടാവണ്ട, ഞാൻ ഉണ്ണണത് കണ്ടില്ല എന്നും പറഞ്ഞു. എല്ലാ പ്രാവശ്യവും 3 പേര് ഇവിടെയുള്ള സാറ്റർഡേ സൺഡേയിലും 3 പേര് ഇവിടെ ഉള്ളപ്പോ ഒന്നിച്ചാണ് എല്ലാവർക്കും ചോറ് വിളമ്പണതും എല്ലാവരും കഴിക്കണതും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചീൻചട്ടിയോ കറി വെച്ച കലോ എന്തെങ്കിലും ചട്ടിയോ ഉണ്ടെങ്കിൽ ഇവിടെ 3 പേരുടെ എടുത്ത് വെക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങനെ 2 പേരുടെ പ്ലേറ്റ് മിക്കവാറും കാണിക്കുന്നത്. പുറകെ ഞാൻ എടുത്തോണ്ട് വരും. അത് അങ്ങനെയാണ്. പിന്നെ 3 പേരും എല്ലാ ദിവസവും ഇവിടെ ജോലിക്ക് പോണ ദിവസം ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാവൂല. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. പിന്നെ അപ്പൊ പുറത്ത് പോവുകയാണെങ്കിൽ വൈകിയ വന്നെങ്കിൽ വിളിച്ചു പറയും. അപ്പൊ ഞാൻ നേരത്തെ ഉണ്ണും. സമയത്തിന് കഴിച്ചില്ലെങ്കിൽ വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ശരിയാവൂല. അതുകൊണ്ട് ഓക്കെ.